കർത്താവിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളുമായി നമുക്ക് ദൈവസന്നിധിയിൽ മുമ്പാകെ നിൽപ്പാൻ ദൈവം എന്നെ പ്രാപ്തനാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഈ തിരുവെഴുത്തുകളെ കേൾക്കുവാനും ഗ്രഹിപ്പാനും ധ്യാനിപ്പാനും ഒക്കെ ദൈവം അവസരം തന്നതിനെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിലൊക്കെ നമ്മൾ ഏറിയ നല്ല തിരുവെഴുത്തുകളെക്കുറിച്ച് ചിന്തിപ്പാൻ ധ്യാനിപ്പാൻ ദൈവം അവസരം ഒരുക്കി. ഇന്ന് വീണ്ടും നമുക്കൊന്നുകൂടെ ചില വിഷയങ്ങളെ ചിന്തിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ ശരണപ്പെടുകയാണ്. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിലൊക്കെ ഈ തിരുവെഴുത്തുകളെ വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ദൈവമക്കൾ മീഡിയാസിലൂടെ കണ്ട ദൈവവചനങ്ങളെ ധ്യാനിച്ച ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിച്ച എല്ലാവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ചില വിഷയങ്ങളിലേക്ക് പ്രവേശിപ്പാൻ പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലായി നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥിച്ച് അനന്തരമായി നിങ്ങളിരിക്കുന്ന സ്ഥാനങ്ങളിലിരുന്നു കൊണ്ട് പ്രാർത്ഥനാപൂർവം ഈ പ്രോഗ്രാം ശ്രവിക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീത സമയത്തിനായി സ്തോത്രം. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകൾ, ആകാശവും ഭൂമിയും മാറിപ്പോവും എങ്കിലും യഹോവയുടെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്ന് അരുളി ചെയ്തിരിക്കുക. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ തിരുവെഴുത്തുകളെ ഞങ്ങൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അവിടുത്തെ നിർണയങ്ങളെ ഞങ്ങളോട് അരുളി ചെയ്തവയുടെ അത് എന്തുദ്ദേശത്തോടെ ഞങ്ങളോട് അരുളി ചെയ്തിരിക്കുന്നു, എന്തുദ്ദേശത്തോടെ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള അങ്ങയുടെ ഹൃദയത്തിലെ നിർണയങ്ങളെ ഞങ്ങൾ ഈ ഭൂമിയിലിരുന്നു കൊണ്ട് ഏഴായി ഞങ്ങളതിനെ ഗ്രഹിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ ഈ തിരുവചനങ്ങളെ കേട്ട് അവയെ തള്ളിക്കളയുന്നവരായിട്ടല്ല, ഞങ്ങളത് ജീവിതത്തിൽ അനുഭവമാക്കി തീർക്കുന്നവരായി തീരുവാൻ സഹായിക്കും. തുടർന്നുള്ള സമയങ്ങൾ ഞങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ മറയ്ക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്കിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു വന്നത് മന്നയെക്കുറിച്ചാണ്. നമ്മൾ ചിന്തിച്ചത് 4 തരത്തിലുള്ള മന്നകളുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു. 1 അന്നേക്കുള്ള മന്ന, 2 ശബത്തിലേക്കുള്ള മന്ന, 3 പെട്ടകത്തിലെ മന്ന, 4 മറഞ്ഞിരിക്കുന്ന മന്ന. അപ്പോൾ ഈ 4 വിധത്തിലുള്ള മന്നകളുണ്ട്. മന്ന ഇപ്പോൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി നിത്യതയിലെത്തുന്നവർക്ക് വേണ്ടി നൽകാൻ ജയമെടുക്കുന്നവന്, അതായത് ഇസ്രായേൽ ജനം മരുഭൂപ്രയാണത്തിൽ എടുക്കുന്നവർക്ക് അവർക്ക് കൊടുക്കേണ്ട മന്നയാണ്. ആ മന്ന മുഖാന്തരം അവർക്ക് കൊടുത്ത മന്നയാണ്. എന്നാൽ ഇത് പുതിയ നിയമസഭയ്ക്ക് വേണ്ടി, പഴയ നിയമസഭയ്ക്ക് കൊടുത്ത മന്ന, എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ആ മന്നയുടെ ഓഹരിക്കാരാകാൻ ദൈവം ഒരവസരം ദാനം ചെയ്തിട്ടുണ്ട്. അതാർക്കാണെന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ നിന്ന് ഒരു വിശ്വാസിയെ, ഒരു വീണ്ടെടുക്കപ്പെട്ട് അത് ശുശ്രൂഷനായിട്ട് വിശ്വാസിയാകട്ടെ, ഈ ലോകത്തിലെ വാസം മരുഭൂപ്രയാണമാണ്. ആത്മീയമായിട്ട് അതൊരു മരുഭൂപ്രയാണമാണ്. ആ മരുഭൂപ്രയാണത്തിൽ ഏറിയ പരീക്ഷകളും പരിശോധനകളും ഏറിയ കഷ്ടങ്ങളും എല്ലാം ഉണ്ട്. അവയെല്ലാം ജയമെടുക്കുന്നവന് നിത്യതയിൽ ജയമെടുക്കുന്നവന് കൊടുക്കാനിരിക്കുന്ന ഒരു പ്രോത്സാഹന വിജയകിരീടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോത്സാഹന സമ്മാനത്തിൻ്റെ വിജയിക്കുന്നവർക്ക് കൊടുക്കുന്ന ആ ഒരു ഉൽപ്പന്നമായിട്ട് ദൈവം അതിനെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ജയമെടുക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന നൽകും എന്ന തിരുവെഴുത്ത് നമ്മളോട് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 4 വിധമായ മന്നകളെക്കുറിച്ച് ചിന്തിച്ചു. എന്നാൽ ഈ മന്നയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ പഴയ നിയമമാണ് വായിച്ചാൽ പഴയ നിയമത്തിൽ നീളും പൊരുളുമാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പഴയ നിയമത്തിലെ മന്നയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിനാൽ, തൻ്റെ അഭിപ്രായമല്ല, ദൈവാത്മാവിനാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, എങ്കിലും അവരെല്ലാം അവിടെ പട്ടുപോയി, അവിടെ മരിച്ചുപോയി. ഇത് നമ്മൾക്ക് ഒരു ദൃഷ്ടാന്തമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 1 മുതൽ ഉള്ള ചില വാക്യങ്ങൾ, 5-ാം വാക്യം വരെ വായിച്ചാൽ അതിൻ്റെ അവിടെ ഒരു ആത്മീക മർമ്മത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു.
മേഘത്തിലും സമുദ്രത്തിലും കൂടെ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നും എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചും അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു തന്നെ. അടുത്ത ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഇത് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്കൊരു ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. മതി. ഇവിടെ പൗലോസ് ദൈവാത്മാവിനാൽ ഈ പഴയ നിയമ ചരിത്രത്തെ എടുത്തു കാണിച്ചിട്ട് പറയുകയാണ്, ഇത് നമുക്കൊരു അടയാളത്തിന്, നമുക്ക് ദൃഷ്ടാന്തമായി ഇത് സംഭവിച്ചു. ഏത് സംഭവിച്ചു? ന്യായപ്രമാണത്തിൽ അവർ മന്നം ഭക്ഷിച്ചിട്ട് എന്ത് ചെയ്തു? അനേകർ വാഗ്ദത്ത, ഈ ഭൂമിയിൽ നിന്നുള്ള വേർപാട് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഭൂമിയിൽ നിന്നുള്ള വേർപാട്, അതിൻ്റെ പേര് മരണമെന്നാണ്. ഈ മരണമെന്നുള്ള പദത്തിന് വിവിധ തലത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഒരുവൻ ആത്മീകമായി അധംപതിച്ചു പോയാൽ അതിന് മരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളിന് അതിൽ ഒരു മൃതാവസ്ഥ എന്നാണ് പറയുന്നത്. അങ്ങനെ മരണമെന്നുള്ള പദം സന്ദർഭോചിതമായി ബൈബിളിൽ മരണമെന്ന് നമ്മൾ അർത്ഥമാക്കുന്നത് അർത്ഥാൽ നമ്മൾ മരിച്ചു പോകുന്ന അനുഭവത്തെ മാത്രമല്ല, അത് സന്ദർഭോചിതമായിട്ട് ആ പദത്തിൻ്റെ അർത്ഥത്തെ നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ മരിച്ചു. എവിടെ മരിച്ചു? മരുഭൂമിയിൽ മരിച്ചു. യഥാർത്ഥത്തിൽ ഇവർ ഞാൻ പറഞ്ഞു വന്നതിന് സാരം, ഇസ്രായേൽ ജനമാകട്ടെ നമ്മളാകട്ടെ ഈ ഭൂമിയിൽ ശരീരത്തിൽ നിന്നുള്ള വേർപാടാകുന്ന മരണത്തിന് അധീനരാണ്. അത് സംഭവിച്ചേ പറ്റൂ. പക്ഷെ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അവിടെ മരിക്കേണ്ടവരല്ല. എവിടെ മരിക്കേണ്ടവരല്ല? നിങ്ങൾ മരുഭൂമിയിൽ മരിക്കേണ്ടവരല്ല. നിങ്ങൾ വാഗ്ദത്ത ദേശത്ത് ഈ മന്ന ഭക്ഷിച്ച് ഇതിന്റെ പുഷ്ടിയിലും ആരോഗ്യത്തിലും നിങ്ങൾ ആരോഗ്യം പ്രാപിച്ച് പ്രയാണം ചെയ്ത് വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ച് നിത്യതയിൽ പ്രവേശിക്കേണ്ടവരായിരുന്നു നിങ്ങൾ. പക്ഷെ നിങ്ങൾ അത് സംഭവിക്കാതെ നിങ്ങൾ മരുഭൂമിയിൽ മരിച്ചു. അതാണ് ഇവിടുത്തെ വിഷയം. അതിനെക്കുറിച്ച് കുറച്ചുകൂടി മുകളിലേക്ക് കയറി അത് യേശുവും അത് പറയുന്നുണ്ട്. നിങ്ങളുടെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 49-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ. മതി. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവം ഉദ്ദേശിച്ചത് ഇവരിവിടെ മരിക്കണമെന്നല്ല. ഇവിടെ മരിക്കണം, ഇവിടെ മരുഭൂമിയിൽ മരിക്കണമെന്നല്ല. ഇവർ കനാൻ ദേശത്ത് പ്രവേശിക്കാനുള്ള ആരോഗ്യത്തിനും രോഗശാന്തിക്കുമുള്ളതാണ് ഈ മന്ന ഈശ്വർ എന്ന് പറഞ്ഞാൽ ആരോഗ്യം. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ, മീഡിയാസിലൂടെ കേൾക്കുമ്പോൾ ഈ ചെറിയ വാക്കുകളെ പോലും വിമർശിക്കുന്ന ആളുണ്ട്. ആരോഗ്യത്തിനും രോഗശാന്തിക്കും എന്ന് പറയുമ്പോൾ ശരിയായ ആരോഗ്യമുള്ളവന് എന്തില്ല? രോഗമില്ല. അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ശരിയായ ആരോഗ്യം, ദൈവം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആരോഗ്യമുള്ളവന് പ്രതിരോധ ശേഷി, രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. അത് നമ്മുടെ വിഷയമല്ല. അതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു സാരം, അവിടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കൊടുത്ത് അവർ ഭക്ഷിച്ച് ആരോഗ്യവാന്മാരായി കനാൻ ദേശം വാഗ്ദത്ത ദേശമാണ് അവർ പ്രാപിക്കണമായിരുന്നു. ഇല്ല, അതിവിടെ പട്ടുപോയി. എന്നിട്ട് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പദമാണ് 1, 2, 3 വാക്യങ്ങളൊന്ന് വായിക്കാം മോളെ. അനന്തരം യേശു ഇവിടെ കൊരിന്ത്യ ലേഖനത്തിലേക്ക് 10-ന്റെ 1, 2, 3 ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. കേട്ടോ, മേഘത്തിന്റെ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്നു. എല്ലാവരും വെള്ളത്തിനകത്തുകൂടെ, വെള്ളം ചെറിയായിട്ട് നിൽക്കുക, സമുദ്രത്തിൽ കൂടെ കടന്നു, അകത്തുകൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. ഇതൊരു വലിയ മർമ്മമാണ്. അപ്പൊ എല്ലാവരും മേഘം സമം ദൈവസാന്നിധ്യം എന്നാണ്. നമ്മളെ സമാഗമന കൂടാരത്തിലെ മേഘം, ഈ മേഘമാണ് ഇവിടുന്ന് ഈ മേഘം ഇതുപോലെ തന്നെ ഒരു മേഘത്തൂണായിട്ട് താഴേക്ക് നിൽക്കുകയും ബാക്കി മേഘം ഒരു വലിയ കൂടാരം പോലെ ആകാശത്ത് വിരിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭാഗം താഴേക്ക് വരികയും ചെയ്യും. ഈ മേഘമാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്.
ഈ മേഘം സഞ്ചരിക്കുന്നതിനനുസരിച്ചാണ്. അപ്പോൾ ആ മേഘത്തിൻ്റെ കുടക്കീഴ്, മേഘത്തിൻ്റെ ഒരു വലിയ കുട പോലെ, ഒരു കൂടാരം പോലെ മുൾഭാഗത്ത് നിൽക്കും. അതിൻ്റെ തണലിൻ കീഴിൽ കൂടെയാണ്, ആ സാന്നിധ്യത്തിൽ കൂടെയാണ് ഈ പുരോഹിതന്മാരും ഇസ്രായേലും യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇതിനെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, മേഘം ദൈവ സാന്നിധ്യമാണ്. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്ന സംഗതിയുണ്ട്. അവർ അങ്ങനെ പ്രാർത്ഥിക്കൽ, ശലോമോന്റെ ആലയത്തിൽ അവർ പുരോഹിതന്മാർ പ്രാർത്ഥിക്കുമ്പോൾ, അവർ യാഗം കഴിക്കുകയിൽ എന്തോ ചെയ്തു? യഹോവയുടെ തേജസ് ഒരു മേഘം പോലെ ആലയത്തിനകത്തിറങ്ങി. അവർ പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ വണ്ണം അവർ പുറത്തേക്ക് ഇറങ്ങി. അവർക്ക് ദൈവ സാന്നിധ്യത്തിന്റെ ഒരടയാളമാണ് മേഘം. ദൈവകൃപയുടെ, ദൈവാത്മാവിന്റെ എല്ലാം ഒരു സിംബലായിട്ടാണ് ഈ മേഘത്തെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോ മിസ്രൈമിൽ നിന്നുള്ള വീണ്ടെടുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ, അടിമത്തത്തിൽ നിന്ന്, അല്ലേ? അടിമത്തത്തിൽ നിന്ന്. അടിമത്തത്തെ കുറിച്ച് പറഞ്ഞാല്, അടിമത്തം നമ്മുടെ തലമുറയിൽ, എൻ്റെ തലമുറയിലൊന്നും ഈ അടിമത്തത്തിന്റെ കാഠിന്യം എന്തെന്ന് മനസ്സിലാക്കുക സാധാരണ ഉള്ള ആളുകൾക്ക് പ്രയാസമാണ്. എന്നാൽ എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത്, എൻ്റെ അപ്പൻ്റെ കാലത്തൊക്കെ അടിമത്തം ഉണ്ടായിരുന്നു. ഇന്ന് ആ അടിമത്തത്തിന്റെ ചില ഭാഗങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുണ്ട്. ജാതി സമ്പ്രദായം ഇന്നത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രകടമായി പുറത്ത് കാണിക്കുന്നില്ലെങ്കിൽ പോലും പലരുടെയും അകത്ത് അത് തളം കെട്ടി നിൽക്കുകയും വല്ലാതെ വീർപ്പുമുട്ടുകയും ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിൽ അത് പുറത്ത് കാണിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിൽ ആ അടിമത്വത്തിന്റെ ഒരു ഉച്ചനീചത്തിന്റെ ഒരു ഭാഗമായിരുന്നു വർഗീയത. 2 അയിത്തം. 3 വസ്ത്രം ഉടുക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ. സ്വന്തം ഭൂമിയിൽ സ്വന്തമായി ഭൂമി കൈവശം വയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ. ഒരു വഴിയിലൂടെ നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം. 3 അവൻ ചെയ്യുന്ന ജോലിക്ക് കൂലി കൊടുക്കാതിരിക്കുക. അവന് ഭക്ഷണം പോലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സംഗതിയാണ്. ഭക്ഷണം, ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇത് 3 അതിപരമപ്രധാനമായ സംഗതിയാണ്. ഇതെല്ലാം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. അപ്പം ജോലി ചെയ്യുക, കൂലിയില്ല. ഇനി കൂലി ചോദിച്ചാൽ അടി, പീഡനങ്ങൾ, കൊടിയ പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ. അതായത് ഒരു മൃഗത്തിനോട് പോലും, വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തിനോട് പോലും കാണിക്കുന്ന സ്നേഹമോ കരുണയോ പോലും മനുഷ്യനോട് കാണിക്കാതിരുന്ന ഒരു കാലഘട്ടം. ഇതാണ് അടിമത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കഠിനമായ ഒരു അടിമത്വത്തിൽ നിന്നാണ് അവർ വീണ്ടെടുക്കപ്പെട്ട കനാൻ ദേശത്തേക്ക് വരുന്നത്. അപ്പോ ഇത് എന്തിനു നല്ലതാണെന്ന് ചോദിച്ചാൽ, അവരെ വീണ്ടെടുത്ത് കൊണ്ടുവരിക. പുതിയ നിയമസഭയെ ദൈവം വീണ്ടെടുത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അപ്പോ പുതിയ നിയമസഭ ഇത് ഒരർത്ഥത്തിലുള്ള വീണ്ടെടുപ്പ്. നമ്മൾ ഇവിടെ പുതിയ നിയമസഭയിലേക്ക് മനുഷ്യന് ഏത് സ്വാതന്ത്ര്യം കിട്ടിയാലും അവൻ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് ലോകത്തിലുള്ള മനുഷ്യരാൽ സാധ്യമല്ലാത്ത സംഗതിയാണ്. എന്നാൽ മനുഷ്യനെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുത്തത് ക്രിസ്തുവാണ്. ആ വീണ്ടെടുപ്പിന് നിഴലാണ് പുതിയ നിയമസഭയുടെ, പുതിയ നിയമ കാലഘട്ടത്തിൽ ജനത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന്റെ നിഴലായിട്ടാണ് പഴയ നിയമസഭയെയും അക്ഷരീകമായ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് കൊണ്ടുവരുന്നത്. അപ്പൊ പുതിയ നിയമസഭയോടാണ് ഈ സന്ദേശം പറയുന്നത്. അവരെ എവിടെ നിന്ന് കൊണ്ടുവന്നു? അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവർ ഏതിന്റെ കീഴിലായിരുന്നു? മേഘത്തിന്റെ കീഴിലും ആയിരുന്നു. സമുദ്രത്തിൽ കൂടെ സ്നാനമേറ്റു. കണ്ടോ, വെള്ളത്തിനകത്ത്, വെള്ളം അവിടെ ശരീരത്തിൽ തൊട്ടില്ലെങ്കിലും ഈ അഗാധമായ കടലിൽ 2 വശത്തും ചിറ പോലെ തലയ്ക്ക് മുകളിൽ വെള്ളം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിനകത്തൂടെ പോകുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, അവർ മേഘത്തിൽ കൂടെയും സമുദ്രത്തിൽ കൂടെയും സ്നാനമേറ്റു. മേഘത്തിൽ കൂടെയുള്ള സ്നാനം, സമുദ്രത്തിൽ കൂടെയുള്ള സ്നാനം ജലസ്നാനത്തിന് നിഴലാണ്. അത് സാമാന്യ ബോധമുള്ള ഒരു ദൈവവേദനം ഗ്രഹിക്കാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. 2 മേഘത്തിൽ സ്നാനമേറ്റു എന്ന് പറഞ്ഞിരിക്കുക. അത് പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം അഥവാ പരിശുദ്ധാത്മാവിനുള്ള അഭിഷേകം. പുതിയ നിയമസഭയ്ക്ക് വേണ്ടി ദൈവം പഴയ നിയമത്തിൽ ചെയ്യേണ്ട വളരെ കൃത്യമായിട്ടുള്ള സംഗതിയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ അങ്ങനെ സ്നാനമേറ്റ ആരോട് ചേർന്നു? മോശയോട് ചേർന്നു. മോശ യേശു ക്രിസ്തുവിന് നിഴലാണ്. പഴയ നിയമത്തിലെ മോശയുടെ
സ്വഭാവം, മോശയുടെ സവിശേഷതകൾ, ഇവയെല്ലാം നമ്മൾ എടുത്ത് വായിച്ച് ഗ്രഹിച്ചാൽ അത് ദൈവത്തിന്, യേശു ക്രിസ്തുവിന് നിഴലാണ്. യേശു ക്രിസ്തു. അപ്പൊ മോശയാണ് ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പുകാരനായിട്ട് അവതരിക്കപ്പെട്ടത്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടത് മോശയാണ്. എന്നാൽ പുതിയ നിയമസഭയെ ഇവിടെ വീണ്ടെടുപ്പുകാരനായി ദൈവം നിയോഗിച്ചത് തൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനോട് തന്നെ. അപ്പൊ അന്ന് വീണ്ടെടുക്കപ്പെട്ട ജനം സമുദ്രത്തിൽ കൂടെ സ്നാനമേറ്റു, മേഘത്തിൽ കൂടെ സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന മർമ്മത്തെ അവിടെ വെളിപ്പെടുത്തി തെളിവായിട്ട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഈ മർമ്മം അതിനകത്ത് തന്നെ ഉണ്ട്. ഈ മർമ്മം അതിനകത്തുണ്ട്. അപ്പൊ എന്നാൽ പുതിയ നിയമസഭ നോക്കൂ, യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട് ആരോടുകൂടെയാണ് ചേർന്നത്? രക്ഷിക്കപ്പെടുന്നവർ ദിനം പ്രതി സഭയോട് ചേർന്നു. സഭ എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. എത്ര അർത്ഥവത്തായിരിക്കുന്നു. അപ്പൊ ആ സഭയോടാണ് ചേരുന്നത്, മോശയോട് ചേർന്നതുപോലെ. എന്നിട്ട് അവരെന്ത് ചെയ്തു? ആത്മീക ആഹാരം കഴിച്ചു, ഇല്ലേ? അതിന് ഈ കഴിച്ച ആഹാരം മന്നയാണെങ്കിലും അത് ഉയരത്തിൽ നിന്ന് വന്നതാണ്. അതിനെ ആത്മീകാഹാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൽ നിന്ന് കുടിച്ച അവർ കുടിച്ച പാറയിൽ നിന്ന് കുടിച്ച ജലത്തെ ആത്മീക ജലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കർത്തൃമേശ ഇവിടെ നീടൽ അതിനകത്ത് കിടപ്പുണ്ട്. ഉയരത്തിൽ നിന്ന് കെട്ടി അപ്പം ഭക്ഷിച്ചു, ഇല്ലേ? കുടിച്ചത് അവിടെ നിന്നാ, പാറയിൽ നിന്നാ കുടിച്ചത്. പക്ഷെ ക്രിസ്തു, ആ പാറ ക്രിസ്തു തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ നമുക്ക് ദൃഷ്ടാന്തമെന്നാണ്. ഇവര് പട്ടുപോയത്, ഇവര് നശിച്ചു പോയത് നമുക്ക് ദൃഷ്ടാന്തമെന്നാണ് അരുളി ചെയ്തിരിക്കുന്നത്. എന്ത് ദൃഷ്ടാന്തം? അപ്പൊ പുതിയ നിയമസഭയെ നിങ്ങൾ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരും ക്രിസ്തുവെന്ന ശരീരമാകുന്ന സഭയോട് ചേർക്കപ്പെട്ടവരുമാണ്. നിങ്ങൾ ആത്മീക ഭോജനമായ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന അപ്പവും രക്തവുമായ വീഞ്ഞും നിങ്ങൾ പാനം ചെയ്തിരിക്കുന്നു. അവർ പാനം ചെയ്തിട്ട് പട്ടുപോയി. നമ്മളും ഇതുപോലെ പാനം ചെയ്തവരാണ്. നമ്മളും ഒരു വ്യവസ്ഥക്കകത്തുകൂടെ നമ്മൾ ജീവിച്ചില്ല എങ്കിൽ നമ്മളും പട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി കാണിച്ചിരിക്കുന്നു. പറഞ്ഞാൽ അവർ പട്ടുപോയി എങ്കിൽ, അവർ മരുഭൂമിയിൽ നശിച്ചു പോയെങ്കിൽ ഞാനും നിങ്ങൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ പൗലോസിന്റെ വാക്കുകൾ, അഥവാ പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾ. ഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. വളരെ അത് ശരിക്കും ലളിതമായിട്ടത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്. പ്രീസർ. അപ്പം നമുക്കിത് മുന്നറിയിപ്പായി, നമുക്ക് ദൃഷ്ടാന്തമായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ, അതിനകത്ത് കിടക്കുന്ന ഒരു ധ്വനി എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ജനം ആത്മീകാഹാരം ഭക്ഷിച്ചു, ആത്മീക വീണ്ടെടുപ്പ് പ്രാപിച്ചു, ആത്മസാന്നിധ്യത്തിനകത്തൂടെ ജീവിച്ചു. എങ്കിലും കൽപ്പന ലംഘിച്ചതുകൊണ്ട്, അത് എന്തുകൊണ്ടാണ് അവർ പട്ടുപോയതെന്നുള്ളത് ഞാൻ അടുത്ത വാക്യങ്ങളിൽ ഞാൻ പറയാം. അവർ പട്ടുപോയി. അതുപോലെ തന്നെ നമ്മളും ഈ ആത്മീക അനുഭവങ്ങളിലൂടെയൊക്കെ ആണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മളും ഈ മരുഭൂമിയിൽ, അതായത് വാഗ്ദത്ത ദേശം പ്രാപിക്കാതെ ഇവിടെ തന്നെ നമ്മൾ നശിച്ചു പോകുമെന്നുള്ളതിൻ്റെ മുന്നറിയിപ്പ് തന്നെയാണ് ഈ തിരുവെഴുത്ത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അപ്പൊ എന്തുകൊണ്ടാണ് പട്ടുപോയതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിൻ്റെ തുടർന്നുള്ള 5 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാമോ? 5 മുതലുള്ള വാക്യം. ആ പാറ ക്രിസ്തുവായിരുന്നു, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ ഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ദൈവം അവരെ ഈ ഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യങ്ങളാണ്. എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചിരിക്കുന്നു. അവർ മോഹിച്ചതുപോലെ. കണ്ടോ, എന്താണ് ഇവർ മരുഭൂമിയിൽ, ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളിലൂടെ ഇവരെന്തുകൊണ്ടാണ് മരുഭൂമിയിൽ പട്ടുപോകാനുള്ള കാരണം? വാഗ്ദത്ത ദേശം പ്രാപിക്കേണ്ട ജനം വാഗ്ദത്തം പ്രാപിക്കാതെ മരുഭൂമിയിൽ പകുതി വഴിയിൽ നശിച്ചു പോയതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ മോഹിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. കണ്ടോ, ഇതാണ് നമുക്ക് ദൃഷ്ടാന്തം. അവർ മോഹിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? അത് തീർത്തൊന്ന് വായിക്കാൻ നേരം നമുക്ക് സ്റ്റെപ്പായിട്ട് തുടങ്ങാം. ജനം തിന്നുവാനും കുടിപ്പാനും എഴുന്നേറ്റു.
എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ചു സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കേ മരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനമായിട്ട് അവർക്ക് സംഭവിച്ചു. മതി. ഇവിടെ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ അതിപ്രധാനമായ കാര്യങ്ങൾ ഒരു 6ഓളം കൂട്ടം കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ദുർമോഹികളായി ജനം എന്ത് ചെയ്തു? ദുർമോഹികളായി. മോഹം, വേദപുസ്തകം പറയുന്നു മോഹം എന്ത് ചെയ്യും? പാപത്തെ, മോഹം ഗർഭം ധരിച്ചിട്ട് അത് പാപത്തെ പ്രസവിക്കുന്നു, പാപത്തെ ഉളവാക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ ആഗ്രഹങ്ങളില്ലാത്തവരില്ല. എന്നാൽ ആഗ്രഹത്തിൻ്റെ ഒരു ഉച്ചസ്ഥായി ആയിട്ടുള്ള ഒരു അതിരുകടന്ന അനുഭവത്തിൻ്റെ പേരാണ് മോഹം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഞാനൊരു ഉദാഹരണത്തിൽ പറയാം. നമ്മുടെ സഹോദരൻ സുധം ബ്രദറിൻ്റെ അവിടെ ഒരു ബൈക്ക് കൊണ്ട് വെച്ചേക്കുന്നു. എനിക്കിതിനെ കണ്ടപ്പോൾ അത് കൊള്ളാമെന്ന് ആഗ്രഹം തോന്നി. ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം എന്ന് എനിക്ക് ആഗ്രഹം തോന്നി. ഇത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും എന്താണ്? എല്ലാവർക്കും ഉണ്ടാകുന്ന ആഗ്രഹമാണ്. പക്ഷേ ഈ ആഗ്രഹം ഉണ്ടായിട്ട് ഈ ആഗ്രഹം കുറച്ച് ബലപ്പെട്ട് ഇത് നമ്മളിലത് ഇതിൻ്റെ നിയന്ത്രണം വിട്ടുപോയിട്ട് ഇതിനെ എങ്ങനെങ്കിലും സ്വന്തമാക്കണമെന്നുള്ള ഒരു അതിമോഹം നമ്മളിൽ വ്യാപരിക്കുകയും നമ്മളെ അത് ഭരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് മോഹമായിട്ട് മാറുന്നത്. മനസ്സിലായല്ലോ? ആഗ്രഹം എന്ത് ചെയ്യുന്നു? മോഹമായിട്ട് മാറുന്നു. ആ മോഹ നിവർത്തിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് അതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ പേരാണ് മോഹം. ഈ ഒരു കാര്യം, ഇത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി ഏത് വിഷയത്തിൻ്റെ നടുവിലും അങ്ങനെയാണ്. അപ്പോൾ മോഹം ഗർഭം ധരിച്ചിട്ട് ഭാഗത്ത് പ്രസംഗിക്കുന്നു. ഇവരോട് മന്ന ഒരു ദിവസത്തേക്കുള്ള വറക്കാൻ പറഞ്ഞു, അന്നേക്കുള്ള വറക്കാൻ പറഞ്ഞു. അവരിൽ ചില ദുർമോഹികളായെന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്ത് ചെയ്തു? ഒരു ദിവസത്തിൽ അധികം പിറക്കി. അപ്പോൾ ഇതുപോലെ ചില അത്യാഗ്രഹം, ചില ദുർമോഹങ്ങൾ മനുഷ്യനെ വല്ലാതെ ഭരിക്കും. ഇതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇത് ആത്മീയ ജീവിതത്തിൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിലും നമ്മുടെ പഴയ പാപങ്ങൾ നമ്മളെ പിന്തുടരാൻ സാധ്യതയുണ്ട്. പ്രൈസല്ലോ. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, ആ പുത്രത്വത്തിൻ്റെ വീണ്ടെടുപ്പ് ഇനിയും സംഭവിക്കപ്പെടേണ്ടതുണ്ട്. അതുവരെയും ഇത്തരം പ്രതിസന്ധികൾ നമ്മളെ കീഴ്പ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദുർമോഹികളായതുകൊണ്ടാണ് അവർ പട്ടുപോകാൻ ഇടയായത്. രണ്ടാമത്തെ കാര്യം നമ്മൾ വായിച്ചു, ജനം തിന്നുവാനും കുടിപ്പാനും എഴുന്നേറ്റു കളിപ്പാൻ. വായിച്ചോളൂ ആ ഭാഗം. അത്രേ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. അപ്പൊ തിന്നാനും കുടിക്കാനും ഇരുന്നു. എന്തിനാ ഇരുന്നത്? തിന്നാനും കുടിക്കാനും ഇരുന്നു. തിന്നു കുടിച്ച് തൃപ്തിയായപ്പോ എന്തോ ചെയ്തു? കളിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റു. കളിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റു. അപ്പൊ ഈ മനുഷ്യന്റെ ഒരു സ്വഭാവം, പൊതുവേ ഉള്ളൊരു സ്വഭാവം പറയാം. മനുഷ്യന് തിന്നു കുടിച്ച് തൃപ്തിയാകുന്ന ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒന്നിനും കുറവില്ലാതെ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ മറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു നല്ല ശതമാനം, ബഹുഭൂരിപക്ഷം ആളുകളിലും വ്യാപരിക്കുന്ന ഒരു അനുഭവമാണ്. കഷ്ടങ്ങൾ വരുമ്പം അയ്യോ അയ്യോ എന്ന് വിളിക്കുകയും സുഖമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തെ മറന്നു കളയുകയും ചെയ്യും. നിങ്ങൾക്ക് ഞാൻ ഇനി ഒരു എക്സാമ്പിൾ പറയാം, വളരെ സിമ്പിളായിട്ടുള്ള. നിങ്ങൾക്ക് അതികഠിനമായ ഒരു വയറ്റ് വേദന കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ ഇട്ടു. കുഴപ്പമില്ല, ഇനി നാളെ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. ഒരു 10 ദിവസം ഈ ഗുളിക ഡോക്ടർ എഴുതി, ഈ ഗുളിക 3 നേരം 2 എണ്ണം വീതം കഴിക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 ദിവസം 3 എണ്ണം 2 വീതം 2-3 നേരം കഴിച്ചു. പിന്നെ കുറച്ച് സുഖമായി ഒരു 2-3 ദിവസമൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് പോകെ ഈ 3 നേരം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞേക്കാ 3 നേരം കഴിക്കണം. നമ്മളെന്ത് ചെയ്തു? 2 നേരമാക്കി, 1 നേരമാക്കി. പിന്നെ ഈ 10 ദിവസം ഇനിയും വാങ്ങിച്ച ഗുളി അവിടെ എന്ത് ചെയ്യാണ്? ഡോക്ടർ പറഞ്ഞു ഇത് 10 ദിവസം കൃത്യമായി കഴിച്ചെങ്കിലേ നിങ്ങളുടെ രോഗം എന്ത് ചെയ്യുള്ളൂ? ഭേദമാകുള്ളൂ. നമുക്ക് കുറച്ച് ഭേദമായപ്പോൾ നമുക്ക് തോന്നി കൊള്ളാം, അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഇനി ഇത് കഴിക്കണ്ട.
ഞാൻ നിങ്ങളെ മരുന്ന് കഴിക്കാൻ വേണ്ടി പറയല്ല. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് സുഖമായി വരുന്തോറും മരുന്നിന് നമ്മൾ എന്ത് ചെയ്യും? മറക്കും. നമുക്ക് സൗഖ്യം തന്ന കാരണമായ അതിന് നമ്മൾ മറക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നന്മ. അതുകൊണ്ട് ആവർത്തന പുസ്തകം പറഞ്ഞു, ഇവകളെല്ലാം നീ കുഴിക്കാത്ത കിണറ്റിലെ വെള്ളവും നിന്റെ കൈ കൊണ്ട് നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടത്തിലെ ഫലവും നിന്റെ കൈയാൽ അധ്വാനിച്ചുണ്ടാക്കാത്ത വീടുകളിൽ നീ പാർക്കുകയും ഈ ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നീ തിന്ന് തൃപ്തി വന്നിട്ട് നിന്റെ അടിമവീടായ മിസ്രൈമിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവയെ മറന്നു കളയാതിരിപ്പാൻ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളണം. അപ്പൊ തിന്ന് തൃപ്തി വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യും? കളിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേക്കും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ പറയാം. മനുഷ്യൻ ഇന്ന്, ഞാൻ മറ്റുള്ളവരുടെ കാര്യമൊന്നും പറയുന്നില്ല, ക്രൈസ്തവ സഭയിലെ ഇപ്പം എല്ലായിടവും പെന്തക്കോസ് ഏതാണ്, ദൈവസഭ ഏതാണ്, നാമധേയ സഭ ഏതാണ്, ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ കളി നടക്കും. എല്ലായിടത്തും കളി ഇപ്പം എന്ത് ചെയ്യുക? നമ്മൾ ദൈനംദിനമായിട്ടുള്ള പത്രങ്ങളോ മീഡിയാസോ ഒക്കെ തുറന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ മുഴുവനും കളി നടക്കുകയാണ്. ആണോ അല്ലേ? മെത്രാൻ്റെ കളി ഇല്ലേ? മെത്രാൻ കളി, മെത്രാൻ കക്ഷിക്കാരുടെ കളി, ഇനി എന്തൊക്കെ കളികളാ എന്ന് എനിക്കറിയില്ല. സർവത്ര കളികൾ അവിടെ. അതിനേക്കാൾ ഒട്ടും മോശമല്ല പെന്തക്കോസുകാരുടെ ഇടയിലുള്ള കളി. ഡിസ്ട്രിക്ട് പാസ്റ്റർ കളി, സെൻട്രൽ പാസ്റ്റർ കളി, സ്റ്റേറ്റ് പാസ്റ്റർ കളി, ഇന്റർനാഷണൽ പാസ്റ്റർ കളി. അങ്ങനെ കളിക്ക് ഒരു കുറവുമില്ല. നിങ്ങൾ ഇത് കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ അർത്ഥതലം മനസ്സിലാക്കുന്നവർക്കായി മാത്രം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാമോ, ക്രൈസ്തവ സഭ ദൈവത്തിന് പോലും മനുഷ്യർക്ക് സഹിക്കുന്നില്ല, പിന്നെ എങ്ങനെ ദൈവത്തിന് സഹിക്കും? മനുഷ്യർക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവനെ അർപ്പിച്ചാണ് ഈ സഭ എന്നൊരു പ്രസ്ഥാനം ദൈവം ഉരുവാക്കിയത്. തൻ്റെ ജീവനെ അർപ്പിച്ചിട്ട് അതിൻ്റെ ഒരല്പമെങ്കിലും ചിന്ത ആരുടെയെങ്കിലും ഉള്ളത്തിലുണ്ടെങ്കിൽ ഇത്തരം കളികൾക്കൊന്നും ആരും മുതിരാറില്ല. എല്ലാവർക്കും പരസ്പരം ഭാരവയ്പ്, പരസ്പരം ചവിട്ടി വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കസേര പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് അധമപ്രവൃത്തിയും, ഏത് നിഷ്ഠൂരതയും, ഏത് അസാൻമാർഗികമായ രീതികളും പ്രയോഗിക്കാൻ മടിയില്ലാത്തവരായി ശുശ്രൂഷകന്മാർ, സഭയുടെ എന്ന് പറയാനൊക്കെയില്ല, കൂട്ടായ്മകളുടെ, സംഘടനകളുടെ നേതാക്കന്മാർ, അത് താഴെത്തട്ട് മുതൽ മേൽത്തട്ട് വരെ ഉള്ളിടത്ത് കളി നടക്കുക. കാരണം എന്താണെന്നറിയാമോ? പഴയ സാഹചര്യങ്ങൾ മാറി, അന്നത്തിന് വകയുണ്ട്, ആഹാരത്തിന് ബുദ്ധിമുട്ടില്ല. ഇതെല്ലാം എവിടെ നിന്നാണ് കിട്ടുന്നതെന്നറിയാമോ? പാവപ്പെട്ട ദൈവമക്കളുടെ വിയർപ്പിൻ്റെ ഫലമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഈ കളിയും ഇതൊക്കെ നിർത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ. ആര് വിചാരിച്ചാൽ? സാധാരണ ജനം വിചാരിച്ചാൽ അവസാനിപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇലക്ഷൻ നടത്തുമ്പോൾ കോടികൾ വാരി ചിലവഴിച്ചാണ് ഇലക്ഷൻ നടത്തുന്നത്. കോടിക്കണക്കിന് രൂപ അവന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നാണ് ചെയ്യുന്നത്. പാവപ്പെട്ട ദൈവമക്കളുടെ പോയി സംഘടനയുടെ പേര് പറഞ്ഞ്, സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പേര് പറഞ്ഞ്, പുയർ ഫണ്ടിന്റെ പേര് പറഞ്ഞ് പാവപ്പെട്ട ദൈവമക്കളിൽ നിന്ന് മനസാക്ഷിയുള്ള, കരുണയുള്ള, ഹൃദയവായ്പുള്ള പല പ്രിയപ്പെട്ടവരോടും അവിടെ അത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് പണം പിരിച്ച് രാഷ്ട്രീയ കളി നടത്തുന്ന മേലധ്യക്ഷന്മാര് അവിടെ ഒന്നും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നല്ല ചെയ്യുന്നത്. ഈ പണം എവിടെ നിന്നാ? പാവപ്പെട്ട ദൈവമക്കള് രാപകലില്ലാതെ അധ്വാനിക്കുന്ന കാശ. അത് നിന്ന് കഴിഞ്ഞാൽ ഒരുത്തനും ഇവിടെ കളിക്കില്ല, ഒരുത്തനും ഇവിടെ ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി തള്ളിയില്ല, കോടികൾ വാരി ചെലവഴിക്കില്ല. കാരണം അവന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നാൽ അവന് നോവും. ഈ പണത്തിന്റെ വില അറിയാത്തത് കൊണ്ടാണ് ഈ കൊള്ളരുതായ്മകൾ മുഴുവൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലായിടത്തും കളിയാ, തിന്നു കുടിച്ച് കളിയാ. നമ്മുടെ യോഗങ്ങള്, ആത്മീയ കൂട്ടായ്മകൾ ആയിരക്കണക്കിന് ലക്ഷങ്ങളും ചെലവാക്കി നടത്തുന്ന പല യോഗങ്ങളും കളിയാണ് നടക്കുന്നത്. ശരിയല്ലേ? പലയിടത്തും കളിയാ. അപ്പൊ എന്താ അതിന്റെ കാരണം? എന്താ? പുറപ്പാട് പുസ്തകത്തിൽ
ഒന്ന് വായിക്കാമോ എൻ്റെ പുറപ്പാട് പുസ്തകം 32:1 മുതൽ ഉള്ള വാക്യം ഒന്ന് വായിക്കാമോ? എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നുവെന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന്. മതി. മോശ വരാൻ താമസിക്കുന്നു. ആര് വരാൻ താമസിക്കുന്നു? മോശ വരാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പം മോശ അഹരോനോട് പോയി പറഞ്ഞു, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി തരണം. അപ്പം എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാരണം, മോശ വരാൻ താമസിച്ചത്. ഇന്ന് നടക്കുന്ന ഈ കളികളുടെയെല്ലാം, ഇന്ന് നടക്കുന്ന ഉച്ചനീചത്വങ്ങളുടെ എല്ലാം ഒരേ ഒരു കാരണം യേശു വരാൻ താമസിക്കുന്നതുകൊണ്ടാണ്. പർവ്വതത്തിലേക്ക് മുകളിലേക്ക് കയറിപ്പോയവൻ എന്ത് സംഭവിച്ചോ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? താഴെ നിൽക്കുന്നവൻ ഒരിക്കലും മുകളിൽ നിൽക്കുന്നവൻ്റെ കാര്യം അറിയാനൊക്കത്തില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. മോശ നിൽക്കുന്നത് മുകളിലാ. എവിടാ? ഉയരത്തിലാ. ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുക മോശ. താഴെ നിൽക്കുന്നവൻ എവിടെ നിൽക്കുക? അവൻ മണ്ണിൽ നിൽക്കുക. അവന് ഈ ദൈവ സാന്നിധ്യത്തിനകത്തല്ല അവൻ നിൽക്കുന്നത്. അവന്റെ ചിന്ത മുഴുവൻ ബുദ്ധിയുടെയും ജഡത്തിൻ്റെയും മണ്ഡലങ്ങളിൽ നിന്ന് ഉരുവാകുന്ന ആശയങ്ങളാണ്, ചിന്തകളാണ്, കാഴ്ചപ്പാടുകളാണ്. അപ്പൊ അതുകൊണ്ട് അവനിങ്ങനെ തോന്നുന്നു, മുകളിൽ നിൽക്കുന്നവൻ പോയൻ്റെ ഒരു പിടിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞങ്ങളെ നടത്താൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. അപ്പൊ ദൈവത്തോട് കൂടെ ഉയരത്തിൽ നിൽക്കുന്നവന് മാത്രമേ ഉയർന്ന കാഴ്ചപ്പാടുണ്ടാകൂ. താഴെ നിൽക്കുന്നവന് എന്ന് പറഞ്ഞാൽ ആത്മീക നിലവാരത്തിൽ ഒരുവൻ ഉയരങ്ങളിലാണെങ്കിൽ മാത്രമേ ദൈവത്തെ വേണ്ടും പോലെ അറിയൂ, ദൈവത്തെ വേണ്ടും പോലെ കാണൂ. നമ്മുടെ ആത്മീകം, നമ്മുടെ ദർശനം അത് വേണ്ടും വണ്ണം അത് ശരിയായ ദിശയിലേക്ക് പോകണമെങ്കിൽ ഉയരത്തിലെ ബന്ധം വേണം. ഉയരത്തിലെ ബന്ധം. ഹല്ലേലൂയ. അപ്പൊ മോശ വരാൻ താമസിച്ചത് കൊണ്ട് ഇവര് ഇതുണ്ടാക്കി. ആരാ? വിഗ്രഹം ഉണ്ടാക്കാൻ പോകുന്നു. രണ്ടാമത്തെ കാര്യം, മോശ മുകളിൽ നിന്ന് ഇറങ്ങി വരിക. ഇറങ്ങി വരുമ്പോൾ ഒരു ശബ്ദം, ഒരു ഗാനം. തിന്നു കുടിച്ചു കളിപ്പാനായിട്ട് എഴുന്നേറ്റു. ഒരു പാട്ട് കേട്ടപ്പോൾ ഒന്നുകിൽ ജയഗീതമായിരിക്കണം, അല്ലെങ്കിൽ വിലാപഗീതമായിരിക്കണം, അല്ലേ? പാട്ടിന് 2 തലങ്ങളുണ്ട്. ഒരുപാട് തലങ്ങളുണ്ടെങ്കിലും ഞാൻ അതിൽ 2 പ്രധാനമായിട്ടുള്ള കാര്യം പറയാം. അപ്പം മരണ വീട്ടിൽ ഏത് പാടും? വിലാപഗീതം പാടും. ജയിച്ചവൻ്റെ വീട്ടിൽ, ജയമുള്ളവൻ്റെ, സന്തോഷമുള്ളവൻ്റെ വീട്ടിൽ ഏത് പാടും? ജയഘോഷം പാടും. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ ഘോഷമുണ്ടെന്ന്. അപ്പം ഈ ട്യൂണ് കേട്ടപ്പോൾ, ഈ സ്വരം കേട്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി, മോശയ്ക്ക് മനസ്സിലായി, ഇത് ജയഗീതവുമല്ല, വിലാപഗാനവുമല്ല. വിലാപഗാനവുമല്ല. ഞാൻ പറഞ്ഞു വന്നിട്ട് സാറേ, ഇന്ന് തിന്ന് കുടിച്ചിട്ട് ഇന്ന് പല കൺവെൻഷൻ വേദികളിലാകട്ടെ, പല ആത്മീയ കൂട്ടായ്മകളിലെ ഇന്നത്തെ പാട്ടും കൂത്തും പലതും, ഞാൻ എല്ലാത്തിൻ്റെയും കാര്യമൊന്നും പറയുന്നില്ല, എല്ലാവരുടെയും കാര്യം പറയുന്നില്ല. വളരെ മനോഹരമായ ആത്മീയ ഗീതങ്ങൾ പാടി ആമേനതെ ആരാധന നയിക്കുന്ന സഹോദരങ്ങൾ, കൊയർ ടീമുകളൊക്കെ ഇന്നും ചുരുക്കം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ബാക്കി ഏതാണ്ട് ഒട്ടനവധി എല്ലാം ഇന്ന് ഈ തിന്നുകുടിച്ച് പാട്ട് പാടുന്നത് പോലെയാണ്. ഒരു ഇവരുടെ പാട്ട് കഴിയുമ്പോഴത്തേനും വന്നുകൂടിയ ജനങ്ങളെ ഏതാണ്ട് അടക്ക ശുശ്രൂഷയ്ക്ക് പരുവാകും. കാരണമെന്ന് പറഞ്ഞാൽ ഒരു ബന്ധവുമില്ലാത്ത പാട്ട് പാടി, ഒരു ആത്മീയതയുമില്ലാത്ത അന്തരീക്ഷം കാണിച്ച്, എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി. പിന്നെ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ എവിടെ നിന്നൊക്കെയോ കുറേ വ്യാജാക്കിനി, അഭിഷേകം ഉണ്ടായിട്ടൊന്നുമല്ല, ആത്മസാന്നിധ്യം ഉണ്ടായിട്ടല്ല, ഒന്നുമല്ല. ചുമ്മാ വെറുതെ കുറേ അന്യഭാഷയും പറഞ്ഞ് കുറേ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ച് യാതൊരു ബന്ധവുമില്ല, ദൈവസാന്നിധ്യവുമില്ല, ദൈവാത്മാവിൻ്റെ യാതൊരു പരിവർത്തനവും ഇല്ലാത്ത ഏതെങ്കിലും കുറേ പാട്ടുകളും പാടി കുറേ കൂത്തും ആട്ടവും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ആ യോഗത്തിൻ്റെ മുഴുവൻ അന്തരീക്ഷവും നഷ്ടപ്പെടും. പിന്നെ ഒരു ശുശ്രൂഷൻ എഴുന്നേറ്റ് ശുശ്രൂഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരന്തരീക്ഷമില്ലാത്ത നിലയിലേക്ക് അധംപതിച്ചു പോകുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഇവർക്ക് തിന്ന് തൃപ്തിയായതിൻ്റെ സംഭവം. ഈ പാടുന്നവർ അരമണിക്കൂറെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടാണോ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ഓടി നടത്തിട്ട് വരും, പാടും. അത് അവരുടെ ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയിലേക്കായി. അതുകൊണ്ട് തന്നെ ഉയരത്തിൽ നിന്നൊരുവ നോക്കുമ്പോൾ ആ ഉയർന്ന കാഴ്ചപ്പാടോട്, ആ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളങ്ങളിൽ ഉരുവാകട്ടെ. ഈ ക്ലാസ് നമ്മൾക്കൊരു കാഴ്ചപ്പാട്, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഒക്കെ മാറ്റം വരുത്തേണ്ടതായിട്ട് തീരട്ടെ. ഹല്ലേലൂയ.
അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, ഇവ നമുക്ക് ദൃഷ്ടാന്തമായിരിക്കുന്നതിൽ അവർ വീണു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഇവർ തിന്നു കുടിച്ച് കളിപ്പാൻ എഴുന്നേറ്റ്, 1 ദുർമോഹികളായി, 2 തിന്നു കുടിച്ച് അവർ ദുർമോഹികളായി, 3 അവർ വിഗ്രഹാരാധികളായി തീർന്നു, 4 അവർ പരസംഗം ചെയ്തു. നിനക്കറിയാമോ, ബിലയാം ഒപ്പിച്ചൊരു പണിയാണ്. സംഖ്യാപുസ്തകം 25-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാമോ? സംഖ്യാപുസ്തകം 25-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ശിത്തിന്മേൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായിട്ട് എന്ത് ചെയ്തു? പരസംഗം ചെയ്തു. ഏതാണ്ട് 23,000 ആളുകൾ അന്ന് പട്ടുപോയി. അതായത് കർത്താവിന്റെ കൽപ്പന, നിങ്ങൾ ജാതികളുമായിട്ട് എന്ത് ചെയ്യരുത്? വേർപെട്ട് ജീവിക്കണം. ഇണയില്ലാപ്പണ കൂടരുത്, വേർപെട്ട് ജീവിക്കണം. നിങ്ങൾ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്. അപ്പൊ നിങ്ങളുടെ മക്കൾക്ക് വിവാഹത്തിന് കൊടുക്കുന്നതും എടുക്കുന്നതും നിങ്ങളുടെ ഈ ഗോത്രങ്ങളുടെ അകത്ത് നിന്നായിരിക്കണം. അപ്പൊ ഈ ഇങ്ങനെയുള്ള വ്യവസ്ഥകളെ വിട്ടിട്ട് ഇവർ ശിത്തീമിൽ പാർക്കുന്ന സമയത്ത് മോവാബിയ സ്ത്രീകൾ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ഇവർ അങ്ങോട്ട് പോയി സ്ത്രീകളെ എടുക്കുകയും ഇവിടുത്തെ സ്ത്രീകളെ അങ്ങോട്ട് കൊടുക്കുകയും വലിയ ബന്ധങ്ങൾ അങ്ങ് സ്ഥാപിച്ചു. വലിയ ഐക്യബന്ധങ്ങൾ. ഇപ്പം വലിയ ഐക്യബന്ധങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ മതത്തിലോ വിശ്വസിക്കാത്ത ഒരാളെ നമ്മൾ അന്യനെന്നോ അല്ലെങ്കിൽ അവനെ എന്തോ ഒരു നീച ജന്മം എന്നുള്ള നിലത്തിലൊന്നും ആരും കാണാൻ, അവർ മനുഷ്യരെല്ലാവരും അവരെ മനുഷ്യരായി കാണാനുള്ള കാഴ്ചപ്പാടും കണ്ണും നമുക്കുണ്ടാകണം. മറിച്ച് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ നമുക്ക് വിലപ്പെട്ടതാണ്. അതിൽ നമ്മളോട് യോജിക്കാത്ത ഒരാളെ, അവരുടെ ആശയങ്ങളെ നമ്മൾ അംഗീകരിക്കുകയും ഒരു സൗഹൃദത്തിന് വേണ്ടി, ഒരു ഐക്യത്തിന് വേണ്ടി എല്ലാം ഒന്നാണെന്ന് നമുക്ക് സമ്മതിച്ചെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിനകത്ത് വരേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഒരു നാമധേയ സഭയിലെ ഒരു പുരോഹിതൻ മുസ്ലിങ്ങളോടൊപ്പം പോയി നിസ്കരിക്കുന്നു. കാര്യം അവരുമായിട്ട് എന്തോ ഉണ്ടാക്കാനാണ്? ഐക്യത ഉണ്ടാക്കാനാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഐക്യതയൊന്നും നിലനിൽക്കുന്ന ഐക്യതയല്ല. നിന്റെ വിശ്വാസ പ്രമാണം അത് നിന്റേതാണ്, എൻ്റെ വിശ്വാസ പ്രമാണം ഇത് എൻ്റേതാണ്. അതിനെ വിറ്റ് തിന്നാനായിട്ട് നിൽക്കരുത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഒരു സൗഹൃദത്തിന്, ഒരു സ്നേഹത്തിന് വേണ്ടി, ഒരു സൗഹൃദത്തിന് വേണ്ടി, ഒരു ലാഭത്തിന് വേണ്ടി, ഏതെങ്കിലും ഒരു ഐക്യതയ്ക്ക് വേണ്ടി നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ ബലി കൊടുക്കുവാൻ തയ്യാറാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിൽ പിന്നെ ഇത് തള്ളി പറയുന്നതിന് തുല്യമല്ലേ? അതാണ് ശരി, അതും ശരിയാണ്, ഇതും ശരിയാണെങ്കിൽ എങ്കിൽ പിന്നെ അതിനോടൊപ്പം അതല്ലേ നല്ലത്? ഇതെല്ലാം കൂടി ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് അവരുടെ കാര്യം മാത്രമല്ല, നമ്മുടെ ഇടയിലുള്ള ധാരാളം ആളുകൾ ചില സ്നേഹത്തിന് വേണ്ടി, ചില സൗഹൃദങ്ങൾക്ക് വേണ്ടി, ചില ഐക്യങ്ങൾക്ക് വേണ്ടി ലോകത്തിന് പല ആശയങ്ങളും ഉണ്ട്. രാഷ്ട്രീയക്കാർ, സാമൂഹ്യ പ്രവർത്തകർ, പുതിയ സംസ്കാരങ്ങൾ, അവർ പല 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 ആശയങ്ങളും കാലാകാലങ്ങളും മുമ്പോട്ട് വെക്കും. അത് അവരുടേതാണ്. അതിന് ആ ഒഴുക്കിനൊത്തവണ്ണം നീന്തേണ്ടവരല്ല നമ്മൾ. അങ്ങനെ ഇവർ പരസംഗം ചെയ്തു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളും പരസംഗം ചെയ്യാൻ പോയാൽ, നിങ്ങളും അവരോടൊപ്പം തുള്ളിയാൽ നിങ്ങൾക്കും ഈ ഗതി തന്നെ വരും. നിങ്ങൾ കർത്തൃമേശ എടുക്കുന്നതും ശരിയാണ്, സ്നാനപ്പെട്ടതും ശരിയാണ്, അഭിഷേകം പ്രാപിച്ചതും ശരിയാണ്. അവത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. നമുക്കതുപോലെ സംഭവിക്കാതിരിക്കേണ്ടതിന് തന്നെ ജനം ദുർമോഹികളായി തീർന്നു. അവർ പരസംഗം ചെയ്തു. പിന്നീട് നമ്മൾ വായിക്കുന്നത്, അവർ കർത്താവിനെ പരീക്ഷിച്ചു. ഈ മരുഭൂമിയിൽ ഇത്രയും ജനത്തിന് തിന്മാൻ ആഹാരം കൊടുപ്പാൻ ദൈവത്തിന് സാധിക്കുമോ? ഞങ്ങൾക്ക് ഇറച്ചി തരുവാൻ സാധിക്കുമോ? ഞങ്ങൾക്ക് വെള്ളം തരാൻ സാധിക്കുമോ എന്ന് ചൊല്ലി ദൈവത്തെ ജനം പരീക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പരീക്ഷിച്ചതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, അങ്ങനെ നാമും ദൈവത്തെ പരീക്ഷിക്കാത്തവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എബ്രാലേഖനക്കാരൻ പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. എന്തോന്നുണ്ടാകരുത്? അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങളുടെ ഇടയിൽ ആർക്കും ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ, ഒരുവൻ വിശ്വാസിയായി വന്നിട്ട് അവൻ ദൈവത്തെ അവിശ്വസിച്ചാൽ അവൻ ദുഷ്ടന് സമനാണ്. അതുകൊണ്ട്
യൂദായുടെ ലേഖനത്തിൽ ലേഖനക്കാരനെ അപ്പോസ്തലനായ യൂദ പറഞ്ഞു, അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ ദൈവം ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പോരാടണം. ഒരിക്കലായിട്ട് നമ്മളെ ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോരാടണം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരീക്ഷ വിലയേറപ്പെട്ടെന്ന് യാക്കോബിലെ അല്ലേ, അങ്ങനല്ലേ വായിക്കുന്നത്? അപ്പൊ നമ്മുടെ വിശ്വാസം എന്ന സംഗതി നമ്മളെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന, നമ്മളെ ദൃഷ്ടിയിൽ കാണാത്ത കർത്താവ്, അവന്റെ വാക്കുകളിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ കർത്താവിന്റെ പിന്നാലെ ഗമിക്കുമ്പോൾ ആ വിശ്വാസത്തെ അടിപതറിച്ച് കളയുന്ന യാതൊരു കാര്യങ്ങളിലും നമ്മൾ ഇടപെടരുത്. നമ്മുടെ വിശ്വാസത്തിന് പരീക്ഷയുണ്ട്, പരിശോധനയുണ്ട്. ഈ വിശ്വാസം പോയാൽ പിന്നെ നമ്മൾ ആരുമായിട്ട് ബന്ധമില്ല, ദൈവമായിട്ട് ബന്ധമില്ല. ഈ വിശ്വാസത്തിൽ നമുക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അത് പരീക്ഷയുള്ള ബന്ധത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ പരിശോധനകൾ വരുമ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാകാം. പക്ഷെ വിശ്വാസം വിട്ടുപോകരുത്. അതുകൊണ്ടാണ് ലേഖനം തീത്തോസിന്റെ ലേഖനത്തിലാണെന്ന് കരുതുന്നു, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവർ വിശ്വാസത്തിൽ വായിക്കണ്ട, ആരോഗ്യമുള്ളവരാകേണ്ടതിന്. വിശ്വാസത്തിൽ എന്താ വേണം? ആരോഗ്യം. ശരീരത്തിൽ ആരോഗ്യമുള്ളതുപോലെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസത്തിന് ആരോഗ്യം ഉണ്ടാകണമെന്ന്. എന്താണെന്ന് അറിയാമോ? പരീക്ഷകൾ വരുമ്പോൾ അതിനെ അതിജീവിച്ച് നിൽക്കാനുള്ള ആഴമേറിയ വിശ്വാസം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവം നമ്മളെ കഷ്ടം വന്നാലും കഷ്ടത്തിനപ്പുറത്തേക്ക് നമ്മളെ ഈ കഷ്ടങ്ങളിൽ നിന്ന് കഷ്ടമില്ലാത്ത നിലയിലേക്ക്, നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് അപ്പുറം കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. പ്രീസല്ലോ, ഹല്ലേലൂയ. സാധ്യതകളൊന്നും കാണില്ല ദൈവമക്കളെ. ജീവിതത്തിൽ ഒരു സാധ്യതയും കാണില്ല. ധാരാളം അനുഭവങ്ങൾ എനിക്കുണ്ട്, എത്രയോ പേരുടെ അനുഭവങ്ങൾ എനിക്കറിയാം. പ്രീസല്ലോ, ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന ഒരു സഹോദരനുണ്ട്, ബ്രദർ സുരേഷ്. അദ്ദേഹം ഇന്ന് ഞങ്ങൾ വിളിച്ചിരിപ്പുള്ള ആളാണ്. നമ്മുടെ IPAയിലെ വാഴവിള സഭയിലെ മെമ്പറാണ്. പ്രീസല്ലോ. ആ സഹോദരനും കുടുംബവും ജീവിതത്തിൻ്റെ ആ പ്രാരംഭഘട്ടങ്ങളിൽ അവർ നിറയെ കഷ്ടപ്പെട്ടു, വളരെ കഷ്ടപ്പെട്ടു. ഒരു തൊഴിൽ ചെയ്തു, അത് നഷ്ടപ്പെട്ടു. അല്പം ഒരു 10-15 സെൻറ്റ് ഭൂമിയുണ്ട്, അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന നിലയിലേക്ക് അവർ താഴേക്ക് താഴ്ത്തപ്പെട്ടു. തിരിച്ച് കയറാൻ ഒരു വഴിയുമില്ല. ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ ദാരിദ്ര്യം. പ്രീസല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആർക്കും ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലായിരുന്നു. അദ്ദേഹം 1-2 പ്രാവശ്യം ബിസിനസ് ചെയ്ത് തോറ്റുപോയ മനുഷ്യനാണ്. എങ്ങനെ സംഭവിച്ചെന്നറിയില്ല. ഇന്ന് പെട്ടെന്ന് ദൈവം ചില കാലഘട്ടങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം ബിസിനസ് തൊഴിൽ ചെയ്യാനായിട്ട് ആരംഭിച്ചു. സഹോദരനും സഹോദരിയുമായിട്ട് ഇപ്പോഴും ആ തൊഴിൽ തന്നെയാണ് മുന്നേറുന്നത്. വീണ്ടും ബിസിനസ് ചെയ്യാൻ ആരംഭിച്ചു. ദൈവം ആ ബിസിനസ്സിൽ ദൈവം അവരുടെ തലവര മാറ്റി എഴുതി. ഇന്ന് നോക്കൂ, ആ ഭൂമി എല്ലാം കൈവിട്ടു പോകുന്ന, ഇന്നത്തെ ആ ഹൈവേ വരുന്നതിൻ്റെ അടുക്കൽ അവിടെ താമസം, ഭൂമിയെല്ലാം കൈവിട്ടു പോകേണ്ടതാണ്. ഇന്ന് കയറിക്കിടക്കാൻ ഇടമില്ലാത്ത സ്ഥിതിയിലേക്ക് അതമ്പതിക്കേണ്ടതാണ്. പക്ഷെ ദൈവം ഇന്നത് ഒന്നും നഷ്ടപ്പെടാതെ ദൈവം അവരെ കാത്തു. അവരിന്ന് ആ ഭൂമിയിൽ മനോഹരമായ വീട് വെച്ചു, ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. പ്രീസലോട് ഒരു മകന് നല്ല തൊഴിൽ കൊടുത്തു. അവരിന്ന് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. പ്രതീക്ഷയ്ക്ക് ഞാൻ മുമ്പ് എപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണെന്ന് കരുതുന്നു. പ്രീസലോ, ഞാൻ ആ ഭാഗം വീണ്ടും ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ കടക്കാരവരെ ആക്രമിച്ച സമയങ്ങളുണ്ട്, കടക്കാരവരുടെ വീട്ടിൽ വന്ന് ആക്രമിച്ച സമയങ്ങളുണ്ട്. പ്രീസലോ, അദ്ദേഹം കടം വാങ്ങിച്ചിട്ട് കൊടുക്കാത്ത മനുഷ്യനില്ല, അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ അനേകം പരീക്ഷകൾ വരാം. പക്ഷേ ദൈവത്തെ അവിശ്വസിക്കരുത്. വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. 100 വട്ടം നിങ്ങൾ താഴ്ചയുടെ കടലിൻ്റെ അഗാധതയിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെ തോന്നിയാലും നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. പൗലോസ് പറഞ്ഞ പദം നിങ്ങൾ ഏറ്റുപറയണം. 14 ദിനരാത്രങ്ങൾ സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ആഗ്രഹിക്കുന്ന തുറമുഖത്തേക്ക് പോകാൻ അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന പാത വിട്ട് അങ്ങോട്ട് പോകേണ്ട കപ്പൽ കാറ്റിന്റെ പ്രതികൂലത്താൽ ചുഴറ്റി അടിച്ച് ദിശ മാറി സഞ്ചരിച്ചത് മാത്രമല്ല, ആ കപ്പലിനെ അകത്ത് തകർന്നിട്ട് കപ്പലിന്റെ അകത്ത് വെള്ളം ഇരച്ചു കയറിക്കൊണ്ടിരിക്കുമ്പോ കപ്പലിന്റെ ഉടമസ്ഥനും കപ്പലിന്റെ കപ്പിത്താനും എല്ലാം പറഞ്ഞു, നമ്മൾ മരിക്കും, അതുകൊണ്ട് അതിൽ കുറച്ച് തടവുകാരുണ്ടായിരുന്നു, അവരെ കൊല്ലണമെന്ന് അവർ തീരുമാനിച്ചു. അവർ രക്ഷപ്പെടാൻ പാടില്ല. എല്ലാ സാധനങ്ങളും വാരി അവര് കടലിലേക്ക് ഇട്ടു. മരണം എല്ലാവരും ഉറപ്പിച്ചു. പക്ഷേ മരണം മുഖാമുഖമായി. നിങ്ങൾ ഓർത്തു നോക്കൂ, കയറി നിൽക്കുന്ന കപ്പൽ, സഞ്ചരിക്കുന്ന കപ്പൽ
വെള്ളത്തിനകത്ത് മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുമ്പോ അതിനകത്തുകൊണ്ട് പൗലോസ് വിളിച്ചു പറഞ്ഞൊരു പദമുണ്ട്, സഹോദരന്മാരെ നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ കപ്പലിലെ നമ്മുടെ ചില സാധനങ്ങൾക്കും കുറെ ഛേദം വരുന്നതല്ലാതെ 200 ചിലവാനും ആളുകൾ പറഞ്ഞു, ഒരേ സ്വരത്തിൽ പറഞ്ഞു നമ്മൾ ഇവിടെ മരിക്കും. പക്ഷെ ഒരുത്തൻ അതിനകത്ത് എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനുമായ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് സംസാരിച്ചു. ആമേൻ. ഇതിൽ ഒരെണ്ണത്തിന്റെ പോലും ജീവന് ഛേദം വരികയില്ല. ആര് വിശ്വസിക്കും? കപ്പലിനകത്ത് വെള്ളം കയറി മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുക. അവൻ ചവിട്ടി നിൽക്കുന്നത് വെള്ളത്തിനകത്താ. ഇഞ്ചോടിഞ്ച് വെള്ളം കയറിക്കൊണ്ടിരിക്കുക. അതിനകത്തു നിന്നുകൊണ്ട് ഒരു വിളിച്ചു പറയുക, നമ്മളിൽ ഒരുത്തന്റെ ജീവനും ഛേദം വരികയില്ല. ആർക്ക് പറയാൻ കഴിയും? മരണത്തെ മുഖാമുഖമായി കണ്ടപ്പോഴും ഒരു ഭക്തൻ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മുടെ പ്രാണന് ഛേദം വരത്തില്ല, ചില കഷ്ടനഷ്ടങ്ങൾ നമുക്കുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതിസന്ധി ശോധന വലുതാണെങ്കിലും ചില കഷ്ടനഷ്ടങ്ങൾ നമുക്കുണ്ടാകും. നമുക്കൊരു ദോഷവും വരികയില്ല എന്ന് നീ അതിനകത്ത് നിന്ന് വിളിച്ചു പറയണം. അതാണ് വിശ്വാസം. അതാണ് വിശ്വാസം. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ആ വിശ്വാസത്തിന്റെ പരീക്ഷ വരുമ്പോൾ നീ ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവത്തെ പരീക്ഷിക്കരുത്. ഞാൻ ആ ഭാഗം അടിവരയിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസത്തെ, ദൈവത്തെ പരീക്ഷിക്കാതെ, അവിടെ പറഞ്ഞ പോയിന്റ് ഇതാണ്, അത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. നമ്മളും ഇതുപോലെ ഇരുന്നാൽ നമുക്ക് എന്ത് സംഭവിക്കാം? അവർക്ക് സംഭവിച്ചത് തന്നെ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് വിശ്വാസത്തെ ഒന്നുകൂടെ ഉറപ്പിച്ച് ദൈവകൃപയിൽ ആശ്രയിപ്പാൻ കർത്താവ് നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കൊടുക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും.